അച്ഛന് പടങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ അത് ഭയങ്കര എൻജോയ്മെന്റ് രീതിയിൽ ആൾക്കാർ, അല്ലെങ്കിൽ ഫണ്ട് രീതിയിൽ, ചെറിയ ബുള്ളിങ് രീതിയിലൊക്കെ സംസാരം ഉണ്ടായത്. അച്ഛന് പടമൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിപ്പാണെന്നുള്ള പരിപാടി 9 തൊട്ട് കേൾക്കലുണ്ട്. അപ്പം അത് ആ സമയത്തൊക്കെ ഭയങ്കര വിഷമം നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് വീട്ടിലാകെ ഉണ്ടായൊരു വരായി അതാണ്. വീട്ടിലെ അവസ്ഥ നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ വീട്ടിൽ അത്യാവശ്യം നല്ല മോശപ്പെട്ട അവസ്ഥയിലൊക്കെ വരെയും പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും വീട്ടുകാർ എന്നെ ഒന്നും അറിയിക്കാണ്ട് വളർത്തി പരിപാടിയൊക്കെ ചില്ല് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊക്കെ. അപ്പം വീട്ടിൽ ചെറിയ ഫുഡിൻ്റെ എനിക്ക് ആ സമയത്തൊക്കെ ചിക്കിങ് ഒക്കെ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വാശി, ചിക്കിങ് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ച ഉണ്ടാക്കുമ്പോഴൊക്കെ പിന്നെ മേടിക്കാം. സിറ്റുവേഷൻ മോശമാണ്. അപ്പോൾ എനിക്കറിയില്ലല്ല, ഞാനിത് എന്താ പറയട്ടെ, എൻ്റെ അടുത്ത് പറയൂല ഇവർ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ. ചേച്ചി അമ്മയാണ് അപ്പോഴും ഡീൽ ചെയ്തുകൊണ്ട് പോയത്. അച്ഛൻ വീട്ടിലുണ്ടെങ്കിലും പരിപാടികൾ അങ്ങനെ പോയി. അപ്പം ആ ഒരു ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പത്തിൽ. അച്ഛൻ ഏത് പടം ചെയ്യണം, അപ്പോൾ നമുക്ക് പറയാനും അപ്പോൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇറങ്ങും, പേരിട്ടിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിലവർ ഭയങ്കര തമാശയായിട്ടും ഭയങ്കര ഹാർഷായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാത്രമാണ് വന്ന് ഉണ്ടായ പ്രശ്നം. പക്ഷേ കറങ്ങി തിരിഞ്ഞ് ദൈവം ഒരു വേദി ഉണ്ടാക്കി തന്നു. അച്ഛനൊരു സിനിമാ നടനായതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഗസ്റ്റായിട്ട് വിളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അർജുനെ വിളിച്ചിട്ട് അതെ അച്ഛനെ ഒന്ന് നമ്മുടെ ഇതിൽ വിളിക്കുക, അങ്ങനെ ചാക്കിടൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഒരാളൊപ്പിച്ച പിന്നെ ഞാൻ പഠിക്കില്ലായിരുന്നെങ്കിലും ഞാൻ ഗ്രൂപ്പ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. എങ്ങനെ എന്നെ ആക്കിയത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ആ സമയത്ത് ഇതേപോലെ അച്ഛൻ വേണം, ഒരു ഗസ്റ്റിനെ വേണം, ചൈതന്യ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്തോ കാരണത്താൽ ആരും കിട്ടുന്നില്ല. ഭയങ്കര ഫയറിങ് പ്രിൻസിപ്പിൾ. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാതിരുന്ന അവസ്ഥയൊക്കെ ഇരുന്നുണ്ടോ സാധനം, അങ്ങനത്തെ സീനൊക്കെ ഇരുന്നു. ഞാൻ ആകെ വിഷമം, എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞെൻ്റെ സീന കരച്ചിലേക്ക്. പിന്നെ അതാ വേറെ ആരോ ചീഫ് ഗസ്റ്റിനെ കൊണ്ടുവന്ന് ആ പരിപാടി നന്നായിട്ട് നടന്നു. അതിപ്പം നമുക്ക് വിളിച്ച് ഒരു ലിമിറ്റ് ഉണ്ട്, വരുമോന്നല്ലേ ചോദിക്കാനുള്ളൂ. എന്തായാലും മന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അച്ഛനല്ലേ, അച്ഛൻ മാത്രമല്ല, അച്ഛൻ തിരക്കാണെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ലെവൽ കഴിഞ്ഞ ബന്ധമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കഴിഞ്ഞു. ഇവരാണെങ്കിൽ കാശും കൊടുക്കൂല. കുട്ടിയുടെ അച്ഛന് കാശ് കിട്ടൂല. അച്ഛന് പോട്ടെ, അച്ഛന് കൊടുക്കണ്ട, വേറെ ആൾക്കാർ ഗസ്റ്റ് അവരെ സമയം കളഞ്ഞു തന്നെയല്ലേ. അപ്പൊ പിന്നെ രക്ഷയില്ല, കേൾക്കേണ്ടതായിരുന്നു. പിന്നെ അവിടുത്തെ കോളേജിലോട്ട് പോകുന്ന സമയത്ത് സ്കൂളിൽ നമ്മൾ പഠിത്തത്തിലായിരുന്നില്ലല്ലോ, നമ്മൾ കലാപരമായ രീതികളിലായിരുന്നല്ലോ മുന്നിട്ട് നിന്ന്. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം അടി ബഹളത്തിലൊക്കെ പെടുന്ന ഒരാളായിരുന്നു അതോ അവിടെയും സ്കൂളിലെ പോലെ തന്നെ? അടി ബഹളത്തിലൊന്നും ഇല്ല. ഞാൻ അടിന്ന് എഴുതി കാണിച്ചാൽ നൈസായിട്ട് വയ്യ, എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ പഠിച്ച തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താ. വീട്ടിന്റെ അവിടെ 33 കിലോമീറ്റർ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പൊ സീൻ ഉണ്ടായി കഴിഞ്ഞാൽ ബസ് പിടിച്ചാൽ പോലും തിരിച്ചെത്താൻ പറ്റില്ല. പണി എത്തിന്റെ കിട്ടും. ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. ഞാൻ ഓടി, ഞാൻ ഇപ്പൊ തുറവൂരിൽ നിന്ന് കയറണമെങ്കിൽ ഞാൻ ചേർത്തലയിൽ പോയി ബസ് കയറിയിട്ടുണ്ട്.